അപ്പോൾ ഗൈസ് ഉത്സവത്തിന് വേണ്ടി വീട്ടിലേക്ക് പോകുന്നതാണ്. ഈ കരച്ചിൽ കണ്ടിട്ട് ആരും ഒന്നും ഭയക്കണ്ട കേട്ടോ. ഞാൻ നന്നായി ചുമച്ചു, കണ്ണിൽ തുരുതുരാ വെള്ളം വന്നു. എൻ്റെ മേക്കപ്പെല്ലാം ഒലിച്ചു പോവോ എന്നൊരു ആശങ്കയില്ലാതെ ഇല്ല. അങ്ങനെ ഇന്നുകുട്ടിക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഉത്സവം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര വൈബാണ് ഗൈസ്. വൈബ് നോട്ട് ദി പോയിൻറ്റ്. അങ്ങനെ നേരെ എല്ലാവരും റെഡിയായി ഓട്ടോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ട്രെയിനിലാണ് പോകുന്നത്. ഞാൻ അധികം ഇപ്പോൾ ട്രെയിനിൽ തന്നെയാണ് കേട്ടോ യാത്ര. ഇവിടുന്ന് ബസ്സിന് പോകുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും. എല്ലാ ലഗേജും കാര്യങ്ങളൊക്കെ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അന്നൊന്ന് എഡിറ്റ് ചെയ്തിടണമെന്ന്. പക്ഷേ വീട്ടിലെത്തിയാൽ ഒരു രക്ഷയില്ല ഗൈസ്, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചും കൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് തെയ്യെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വൈബിനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. പുത്തനുടുപ്പും. അപ്പം ഇന്ന് രഥോത്സവത്തിൻ്റെ ദിവസമാണ് കേട്ടോ. ഇന്നലെയായിരുന്നു കൊടിയേറ്റം. അപ്പോൾ രഥോത്സവത്തിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ രാവിലെ ഫുൾ കറങ്ങലും എന്തെങ്കിലും വിട്ടൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ചെറുപ്പത്തിൽ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഇതെൻ്റെ പുതിയ വീടാണ്. അത് കൊടിയലൊന്നും ആയിട്ടില്ല. നമ്മൾ ഷെഡിൽ തന്നെയാണ് കേട്ടോ നല്ലത്. പിന്നെ ഞാനും അനിയത്തി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ അമ്പലത്തിൽ പോയി. ഇത് അനിയത്തിയുടെ കുഞ്ഞുമണിയാണ്. അങ്ങനെ അമ്പലത്തിൽ പോയി എല്ലാം കറങ്ങി കണ്ടു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ടാറ്റാ ബൈ സീ യു.